അക്യൂട്ട് മീഥൈൽ ആൽക്കഹോൾ പോയിസണിങ്. മീഥൈൽ ആൽക്കഹോളിനെ വീണ്ടും വേറൊരു പദം എന്താണെന്ന് ചോദിച്ചാൽ വുഡ് ആൽക്കഹോൾ ഓർ മെത്തനോൾ എന്ന് പറയും. വുഡ് ആൽക്കഹോൾ ഓർ മെത്തനോൾ എന്ന് പറയുമ്പോൾ ഒരു ക്ലിയർ കളറൊന്നുമില്ലാത്ത വോളറ്റൈൽ ലിക്വിഡാണ്. അതിനൊരു ക്യാരക്ടറിസ്റ്റിക് ഒരു മണമുണ്ട്, ആൽക്കഹോളിക് ഓർഡറും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ബിറ്റർ ടേസ്റ്റുമാണ്. ഈ അക്യൂട്ട് മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ വുഡ് ആൽക്കഹോൾ ഓർ മെത്തനോളിൻ്റെ സോഴ്സസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻറ്റി ഫ്രീസ്, ഡീനേച്ചേർഡ് സ്പിരിറ്റ്, എംബാമിംഗ് ലിക്വിഡിൻ്റെ അകത്ത്, ലെതർ ഡൈസ്ഡ്, വാർണിഷിൽ എക്സെട്രയാണ്. ഫേറ്റൽ ഡോസ് എന്ന് പറയുന്നത് 16 to 200 ml ആണ്. 16 to 200 ml ആണ് ഫേറ്റൽ ഡോസ്. ഫേറ്റൽ പീരീഡ് എന്ന് പറയുന്നത് 24 to 36 hours ആണ്. 20 എന്ന് പറഞ്ഞാൽ ഒരു ദിവസവും അല്ലെങ്കിൽ 36 hours ആണ് എൻ്റെ ഫേറ്റൽ പീരീഡ്. മേ ബി ഡിലേഡ് ഫോർ 3 to 4 days. അതാണ് മീഥൈൽ ആൽക്കഹോളിൻ്റെ ഫേറ്റൽ പീരീഡ്. ഫേറ്റൽ ഡോസ് 600 to 200 ml. 60 to 200 ml ആണ്. ടോക്സിക് കൈനറ്റിക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മീഥൈൽ ആൽക്കഹോൾ സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈൻ റാപ്പിഡ്ലി അബ്സോർബ്ഡ് ആവും. അതുപോലെ ലങ്സിലും സ്കിന്നിലും. ക്യുമുലേറ്റീവ് പോയിസണിങ്, സ്ലോ ഓക്സിഡേഷൻ റേറ്റ് ആണ്. അക്യൂമുലേറ്റ്സ് ഇൻ ബ്ലഡ് വിത്ത് റിപ്പീറ്റഡ് സ്മോൾ ചെറിയ ഡോസസിൽ അത് റിപ്പീറ്റഡായിട്ട് ബ്ലഡിൽ അക്യൂമുലേറ്റ് ചെയ്ത് നടക്കുക. മെറ്റബോളിസം എന്ന് പറയുന്നത് മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെത്തനോൾ എൻസൈംസ് ഉണ്ട്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, അത് ഫോർമാൽഡിഹൈഡിലേക്ക് പോകും. മെത്തനോൾ ഫോർമാൽഡിഹൈഡ്. ഈ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് 33 times മോർ ടോക്സിക് ദാൻ മെത്തനോൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്നിട്ട് ഈ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈം വഴി, മെത്തനോൾ നമ്മുടെ ശരീരത്തിലുള്ള എൻസൈമാണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. മെത്തനോളിൽ നിന്ന് ഫോർമാൽഡിഹൈഡ്, ഇത് വളരെ ടോക്സിക്കാണ്. പിന്നെ ഫോർമാൽഡിഹൈഡിൽ നിന്ന് ഫോർമിക് ആസിഡ്, അത് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് 18 times മോർ ടോക്സിക് ദാൻ മെത്തനോൾ. അതുപോലെ തന്നെ ഏകദേശം 80% മെത്തനോൾ ഈസ് എക്സ്ക്രീറ്റഡ് അൺചേഞ്ച്ഡ് ഫ്രം ലങ്സ്. 80% മെത്തനോൾ നമ്മുടെ ലങ്സിൽ നിന്ന് തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ 3 to 5% നമ്മുടെ യൂറിനിൽ നിന്നും റെസ്റ്റ് മെറ്റബോളിസം. മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് മെത്തനോൾ എന്ന് പറയുന്നത് ഒരു CNS ഡിപ്രസൻ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. CNS ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്ന് പറയുന്നുണ്ട്. ഫോർമാൽഡിഹൈഡ് ആൻഡ് ഫോർമിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ് ആൻഡ് ഫോർമിക് ആസിഡ് നമ്മൾ പറഞ്ഞു. മെത്തനോൾ നമ്മുടെ ശരീരത്തിലെ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിസ് വഴി നമ്മൾ ഫോർമാൽഡിഹൈഡാണ് മോർ ടോക്സിക്. മെത്തനോൾ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈം വഴി ഫോർമാൽഡിഹൈഡ് ആവുന്നു. ഫോർമാൽഡിഹൈഡ് വളരെയേറെ ടോക്സിക്കാണ്. എന്നിട്ടത് ഫോർമിക് ആസിഡ് ആവുന്നു. അപ്പോൾ ഇത് മെത്തഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് CNS ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ സൈറ്റോക്രോം ഓക്സിഡേസ് എൻസൈംസ് ഉണ്ട്. ഈ സൈറ്റോക്രോം ഓക്സിഡേസ് ഈ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുവാണെങ്കിൽ അത് പിന്നീട് ലാക്റ്റിക് ആസിഡ് കൂടുതലുണ്ടാക്കും. ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത് അത്ര നല്ലതല്ല. മെറ്റബോളിക് അസിഡോസിസിലേക്ക് പോകുന്നു. ഡിസ്ട്രിബ്യൂഷൻ ടു ടിഷ്യൂ വാട്ടർ കണ്ടൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ വാട്ടർ കണ്ടൻറ്റ് അവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹയർ കോൺസെൻട്രേഷൻ ഫൗണ്ടിൻ നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള വിട്രിയസ് ബോഡിയിലും അതുപോലെ തന്നെ ഒപ്റ്റിക് നെർവിലും പോയിട്ട് റീനൽ ടോക്സിസിറ്റി കണ്ണിലും ഒക്കെ എഫക്റ്റഡ് ആകുന്നു. ആര്? മെത്തനോൾ, മീഥൈൽ ആൽക്കഹോൾ, മെത്തനോൾ എന്ന് പറയുന്ന സാധനം. മീഥൈൽ ആൽക്കഹോളിന് വേറൊരു പേര് വുഡ് ആൽക്കഹോൾ ഓർ മെത്തനോൾ എന്നാണ്. മീഥൈൽ ആൽക്കഹോൾ എന്നെങ്ങനെയാവുന്നു? ഫോർമാൽഡിഹൈഡ് ഇതുവഴി ഫോർമിക് ആസിഡ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്തതായിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്. സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് എയർലി മാനിഫെസ്റ്റേഷൻ ഡ്യൂ ടു മീഥൈൽ ആൽക്കഹോൾ. എയർലി സിംറ്റംസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഛർദ്ദിക്കുക, വൊമിറ്റിംഗ്, വേദന, വയറിൽ വേദന, വൊമിറ്റ് ചെയ്തതിനൊരു വേദന ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ CNSഉം ഡിപ്രസൻ്റ് എന്നാണ് പറഞ്ഞു. നമ്മൾ CNS ഡിപ്രഷൻ എന്നാണെന്ന് പറഞ്ഞു. റെസ്പിറേറ്ററി ഡിപ്രഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ.
അങ്ങനെ നോസിയ, വൊമിറ്റിംഗ്, വെർട്ടേഗോ, സൈനോസിസ്. നമ്മുടെ ഹാർട്ട് ഡിപ്രസൻ്റാണ്, കാർഡിയക് ഡിപ്രസൻ്റാണ്, മസിൽസ് വീക്ക്നെസ് ഉണ്ടാകുന്നു, ടെമ്പറേച്ചർ ഹൈപ്പോതെർമിയയിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും നമ്മളിത് മുഴുവൻ CNS ഡിപ്രസൻ്റ് ആണെന്നല്ല, ഹൈപ്പോതെർമിയയിലേക്ക് പോകും. അതുപോലെ തന്നെ ബ്രെത്ത് സ്മെൽസ് ഓഫ് ആൽക്കഹോളിൻ്റെ സ്മെല്ലും ഉണ്ടാവും. അത് ഏകദേശം 1 മണിക്കൂർ തന്നെ അപ്പിയർ ഇൻ 1 hour or delayed for 12 to 24 hours followed by apparent relief for 12 to 24 hours. Later manifestation appear. ഇനി ലേറ്റർ ടോക്സിസിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതൊരു കണ്ണിനൊക്കെ ഒക്കുലാർ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നു. ഡയലേറ്റഡ് ആയിരിക്കും, കണ്ണ് ഡയലേറ്റഡ് ആകുന്നു, അല്ലെങ്കിൽ ഫിക്സഡ് പീപ്പിൾ ഉണ്ടാക്കുന്നു. വിഷ്വൽ ഡിസ്റ്റർബൻസസ് ലൈക്ക് ഫോട്ടോഫോബിയ, ബ്ലർഡ് വിഷൻ ഓർ എസ്റ്റിവിഷൻ, സ്നോ ഫീൽഡ് വിഷൻ, സീയിങ് സ്പോട്ട്, സെൻട്രൽ ആൻഡ് പെരിഫറൽ സ്കോട്ടോമ, ഡിക്രീസ്ഡ് ദ ലൈറ്റ് പെർസെപ്ഷൻസ്, കോൺസെൻട്രിക് ഡൈമിനുഷൻ ഓഫ് വിഷ്വൽ ഫീൽഡ് ഫോർ കളർ. കണ്ണിന് മൊത്തത്തിൽ എഫക്റ്റഡ് ആവുന്നു. സെൻട്രൽ പെരിഫറൽ സ്കോട്ടോമയും അതുപോലെ തന്നെ ലൈറ്റ് പെർസെപ്ഷൻ കുറയുന്നതും, ലൈറ്റ് വിഷ്വൽ ഫീൽഡ് കുറയുന്നതും, ഫോളോഡ് ബൈ ഫെയർലി സഡൻ ലോസ് ഓഫ് വിഷനും, കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ് ഡ്യൂ ടു എന്താണെന്ന് ചോദിച്ചാൽ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് അല്ലെങ്കിൽ അട്രോഫിയിലേക്കൊക്കെ പോകും. ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന അട്രോഫിയിലേക്ക് മാറുന്നു. ഫണ്ടോസ്കോപ്പി നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഹൈപ്പറീമിയ, ഒപ്റ്റിക് ഡിസ്കിൻ്റെ അവിടെ വളരെ ചുവന്ന് കാണാം, ഹൈപ്പറീമിയ ഉണ്ടാവും. ഫോളോഡ് ബൈ ഹൈപ്പറീമിയ ഓഫ് റെറ്റിനൽ എഡിമ ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്നു. ഇവിടെ റെറ്റിനൽ ഗാൻഗ്ലിയോൺ സെൽസിലുള്ള റെറ്റിനയിലുള്ള ഗാൻഗ്ലിയോൺ സെൽസിലും ആൻഡ് ഒപ്റ്റിക് ഡിസ്കിലും. അതുപോലെ തന്നെ സിവിയർ നോൺ ഡയബറ്റിക് ആനയോൺ മെറ്റബോളിക് അസിഡോസിസ്. ക്യാരക്ടറൈസിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് കോസ്ഡ് ബൈ ഇൻഹിബിറ്ററി എഫക്റ്റ് ഓൺ ഓക്സിഡേറ്റീവ് എൻസൈം, സൈറ്റോക്രോസും ഓക്സിഡേസ് എൻസൈം ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലീഡിങ് ടു പ്രൊഡക്ഷൻ ഒരുപാട് ലാക്റ്റിക് അസിഡോസിസ് ഉണ്ടാക്കുന്നു. ആൻഡ് അതർ അൺഐഡൻറ്റിഫൈഡ് ആസിഡ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഇന്നബിലിറ്റി ടു കോമ്പൻസേറ്റ് ദിസ് അസിഡോസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൈറ്റോക്രോം ഓക്സിഡേസ് ഇൻഹിബിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ മെറ്റബോളിക് അസിഡോസിസ്, ലാക്റ്റിക് അസിഡോട് കൂടുന്നു. റെസ്പിറേറ്ററി ഡിപ്രഷൻ കോൺട്രിബ്യൂട്ട്സ് ബൈ ഇന്നബിലിറ്റി ടു കോമ്പൻസേറ്റ് ദിസ് അസിഡോസിസ്. റെസ്റ്റ്ലെസ്നെസ്, സൈനോസിസ്, ഡീഹൈഡ്രേഷൻ, ഹൈപ്പോടെൻഷൻ, കൊളാപ്സ്, യൂറിൻ ഔട്ട്പുട്ട് വളരെ കുറയുന്നു, അസിഡിക് ആൻഡ് കണ്ടെയ്ൻ അസറ്റോൺ ഫോർമാറ്റ് ആൻഡ് ട്രേസസ് ഓഫ് ആൽബുമിൻ. അൺകോൺഷ്യസ് ആവുന്നു വിത്ത് ഹൈ CSF. എഫക്റ്റ് ഓൺ CNS എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് ആണ്, പെർസിസ്റ്റൻ്റ്. ചിലപ്പം നമുക്ക് ഡെലീറിയത്തിലും അല്ലെങ്കിൽ കോമയിലേക്കുമൊക്കെ ലാസ്റ്റിംഗ് ഫോർ 2 to 3 days. കൺവൾഷൻസ്, യൂഷ്വലി ടെർമിനൽ ഇവൻറ്റ്. ഏറ്റവും അവസാനത്തെ ആയിരിക്കും നമ്മുടെ അപസ്മാരവും. അങ്ങനെ അസുഖം മരിക്കുന്നത് ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലിയർ കാരണമായിരിക്കും. എങ്ങനെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യും? സിവിയർ നോൺ ഡയബറ്റിക് ഹൈ ആനയോൺ മെറ്റബോളിക് അസിഡോസിസ് ഈസ് ഇൻ അൺകോൺഷ്യസ് പേഷ്യൻറ്റ്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഓസ്മോളാൽ ഗ്യാപ്പ് കമ്മ്യൂണിഡ് ബൈ ദ വിഷ്വൽ ഡിസ്റ്റർബൻസസ്, ബ്ലഡ് എത്തനോൾ ലെവൽ മോർ ദാൻ 50 ml. അപ്പോൾ കൊണ്ട് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു പേഷ്യൻ്റ് ആൽക്കഹോൾ കണ്ടുപിടിച്ച് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത് അവരുടെ ബ്ലഡിലുള്ള മെത്തനോൾ ലെവൽ മോർ ദാൻ 50 ml/dL. അതുപോലെ തന്നെ സിവിയർ നോൺ ഡയബറ്റിക് ഹൈ ആനയോൺ മെറ്റബോളിക് അസിഡോസിസ് ഇൻ അൺകോൺഷ്യസ് പേഷ്യൻറ്റ്. ഒരു അൺകോൺഷ്യസ് പേഷ്യൻറ്റിന് വരുമ്പോൾ ഹൈ ആനയോൺ മെറ്റബോളിക് അസിഡോസിസോ ഇൻക്രീസ്ഡ് ഓസ്മോളാൽ ഗ്യാപ്പ് അക്കവനഡ് ബൈ വിഷ്വൽ ഡിസ്റ്റർബൻസസോ. ട്രീറ്റ്മെൻറ്റ് ഗ്യാസ്ട്രിക് ലവാജ് കൊടുക്കുക യൂസിങ് 5% ബൈകാർബണൈൻ സൊല്യൂഷൻ. ഗ്യാസ്ട്രിക് ലവാജ് നമ്മൾ പറഞ്ഞ മെറ്റബോളിക് അസിഡോസിസിലേക്ക് പോകുന്നു. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് 5% ബൈകാർബണൈൻ സൊല്യൂഷനോ ഹാഫ് ലെഫ്റ്റ് ബിഹൈൻഡ്. അതുപോലെ തന്നെ ഓറൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ, അബ്സോർബ്ഡ് ആൽക്കഹോളിനെ നമുക്ക് എടുക്കാൻ വേണ്ടി ആക്ടിവേറ്റഡ് ചാർക്കോളോ, ഫോളിനിക് ആസിഡ് ഓർ ഫോളിക് ആസിഡ് 50 to 75 mg/hour ടു എലിമിനേറ്റ് ദ ഫോർമിക് ആസിഡ്. ഈ ഫോർമിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു ആസിഡാണ്. ഏത് ആസിഡ്? ഫോളിനിക് ആസിഡ് ഓർ ഫോളിക് ആസിഡ്. ക്രിസ്റ്റലോയിഡ് തെറാപ്പി, ഡെക്സ്ട്രോസ്, തൈമിൻ,
ഫോസ്ഫേറ്റ് ഇൻ കേസ് ഓഫ് ആൽക്കഹോളിക് കീറ്റോസിഡോസിസ്. അതുപോലെ തന്നെ കവറിങ് ഐസ് ഫ്രം ലൈറ്റ്, ഹീമോഡയാലിസിസ് ഇൻ സിവിയർ പോയിസണിങ്, സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്. ആൻറ്റിഡോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഈഥൈൽ ആൽക്കഹോൾ. മെത്തനോളിൻ്റെ മീഥൈൽ ആൽക്കഹോളിൻ്റെ ആൻറ്റിഡോട്ട് ഈഥൈൽ ആൽക്കഹോൾ 50%, 1 milliliter per kilogram per body weight, once followed by half a milliliter per kilogram every 2 hours for 5 days. എന്നു ചോദിച്ചാൽ ഈഥൈൽ ആൽക്കഹോൾ 50%, 1 milliliter per kilogram per body വെയ്റ്റിൽ വൺസ് ഐ വി ആയിട്ട് കൊടുക്കുന്നു, ഫോളോഡ് ബൈ 1/2 ml per kilogram every 2 hours for 5 days, for 5 ദിവസത്തേക്ക്. രാഷണയിൽ ഈഥൈൽ ആൽക്കഹോൾ കോമ്പറ്റേറ്റീവ്ലി ഇത് ഇൻഹിബിറ്റ്സ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, പ്രിവെൻറ്റിംഗ് ദ ഓക്സിഡേഷൻ ഓഫ് മെറ്റബോളിക് മീഥൈൽ ആൽക്കഹോൾ ടു ടോക്സിക് ഫോർമാൽഡിഹൈഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മീഥൈൽ ആൽക്കഹോൾ അതിൻ്റെ കൺവേർട്ട് ചെയ്യുന്നത് ടോക്സിക് ഫോർമാൽഡിഹൈഡാണ്. ഫോർമാൽഡിഹൈഡ് വളരെ ടോക്സിക് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ കോമ്പറ്റേറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈമിനെ നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ കോമ്പറ്റേറ്റീവ്ലി ദിസ് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, പ്രിവെൻറ്റിംഗ് ദ ഓക്സിഡേഷൻ ഓഫ് മീഥൈൽ ആൽക്കഹോൾ ആൻഡ് അലോയിങ് ലെസ് ടോക്സിക് മീഥൈൽ ആൽക്കഹോൾ ടു ബി എക്സ്ക്രീറ്റഡ് ആൻഡ് അൺമെറ്റബോളൈസ്ഡ്. Circumstances of poisoning: mostly accidental due to adulteration of common alcoholic drink with methylated spirit. മെത്തിലേറ്റഡ് സ്പിരിറ്റുമായിട്ട് നമ്മളിത് അഡൾട്രേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഹൂഷ് ട്രാജഡി എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം അപ്പിയറൻസസ് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു CNS ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രസൻ്റ് ആണ്. മരിക്കുന്നത് കാർഡിയോ റെസ്പിറേറ്ററി ഫെയിലിയർ കൊണ്ടാണ്. നമ്മൾ എക്സ്റ്റേണലി ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ ആക്സ്ഫിക്സിയൽ സൈൻസ് ഉണ്ടാകാം, സൈനോസിസ് എസ്പെഷ്യലി upper part of the body, prominently postmortem staining of purple color due to pyridine. അതുകൊണ്ട് ആക്സ്ഫിക്സിയൽ ഫീച്ചേഴ്സ് കാണാൻ, എസ്പെഷ്യലി അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി, പ്രോമിനൻ്റ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഓഫ് പർപ്പിൾ കളർ ഡ്യൂ ടു pyridine. ഫ്രോത്തിങ് ഫ്രം ദ മൗത്ത്, ഫ്രോത്തിങ് ഒരുപാട് കാണാം. ഇൻറ്റേർണൽ അപ്പിയറൻസ് കൺജസ്റ്റഡ് ആൻഡ് ഇൻഫ്ലെയിംഡ് മ്യൂക്കോസ ഓഫ് സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്ക് തുറക്കുമ്പോൾ അവിടെ കൺജഷൻ ഉണ്ടാവും, ഇൻഫ്ലെയിംഡ് മ്യൂക്കോസ ഉണ്ടാവും, ഡിയോഡിനം വിത്ത് സ്മോൾ ഹെമറേജസും, ചെറിയ ബ്ലീഡിങ് സ്പോട്ടുകൾ ഹെമറേജസും ഉണ്ടാവും, കൺജഷനും ഉണ്ടാവും. അതുപോലെ തന്നെ മ്യൂക്കോസയൊക്കെ ഇൻഫ്ലെയിംഡ് ആവാം. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ കോൺട്രാക്ഷൻ ഉണ്ടാവാം. ബോത്ത് റിസംബ്ലിങ് എ തിക്ക് പൈപ്പ് വിത്ത് നാരോ ലൂമൻ ആയിട്ട് കാണും. ലങ്സ് ആർ കൺജസ്റ്റഡ് ആൻഡ് എഡിമാറ്റസ്. ലങ്സ് എഡിമാറ്റസും നീരും വെക്കാൻ കൺജസ്റ്റഡ് ഉണ്ടാവാം. എംഫൈസിമാറ്റസ് ചേഞ്ചസ് ഉണ്ടാവാം. ഡീസ്കോണേഷൻ ഓഫ് ദ ആൽവിയോളാർ എപ്പിത്തീലിയം. അതുപോലെ തന്നെ ബ്രെയിന് നീര് വെക്കാം, എഡിമാറ്റസ് ആവാം. അവിടെയും ലോക്കലായിട്ട് ഹെമറേജസ് ഉണ്ടാവാം. മ്യൂക്കോസ, ബ്ലാഡർ, ഇവിടെ കൺജഷൻ ഉണ്ടാവാം. ലിവർ ആണെങ്കിൽ ഫാറ്റി ചേഞ്ചസ് ഉണ്ടാക്കാം, സംടൈംസ് എർലി നെക്രോസിസ്. കിഡ്നി ഷോസ് ട്യൂബുലാർ ഡീജനറേഷൻ. അതുപോലെ തന്നെ കണ്ണിൻ്റെ അവിടെ റെറ്റിനൽ എഡിമേസും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ നോക്കുമ്പോൾ അതിൻ്റെ റെറ്റിനൽ എഡിമ ഉണ്ടാവാം, കിഡ്നീസിൽ ട്യൂബുലാർ ഡീജനറേഷൻ ഉണ്ടാവാം. ലിവർ ഷോസ് ഫാറ്റി ചേഞ്ചസ്, സംടൈംസ് എർലി നെക്രോസിസ്. മ്യൂക്കോസ ഓഫ് ബ്ലാഡർ ഈസ് കൺജസ്റ്റഡ്. ബ്രെയിൻ എഡിമാറ്റസ് ഷോസ് ലോക്കൽ ഹെമറേജസ്. ലങ്സ് കൺജസ്റ്റഡ് ആയിരിക്കും, എഡിമാറ്റസ് ആയിരിക്കും, എംഫൈസിമാറ്റസ് ചേഞ്ചസ് ഉണ്ടാവാം. ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബോത്ത് റിസംബ്ലിങ് തിക്ക് പൈപ്പ് വിത്ത് നാരോ ലൂമൻ കോൺട്രാക്ഷൻ സംഭവിക്കും. ഓക്കെ, താങ്ക് യു.